അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ആക്സിയം 4 സംഘത്തിൻ്റെ യാത്ര ഇപ്പോഴും തുടരുകയാണ്. കൃത്യതയോടെ ഭൂമിയിലേക്കുള്ള യാത്ര തുടരുന്നെന്ന് സ്പേസ് എക്സ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:01 കാലിഫോർണിയക്കടുത്തുള്ള പസഫിക് സമുദ്രത്തിൽ സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുമായി സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻസി കണ്ണൻ കൂടി തത്സമയം ചേരുകയാണ്. സയൻസ് വിഭാഗ മേധാവിയാണ് പ്രജിൻസി കണ്ണൻ. ഗുഡ് മോർണിംഗ് പ്രജിൻസി കണ്ണൻ. തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. കാരണം നമുക്ക് ഇന്ത്യക്ക് അതോടൊപ്പം തന്നെ മറ്റു 3 രാജ്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് പോളണ്ടാണ്, മറ്റൊന്ന് ഹംഗറിയാണ്, പിന്നെ അമേരിക്കയും. ഇങ്ങനെ 4 പേരുടെ സംഘമാണ് ആക്സിയം 4 എന്ന ദൗത്യത്തിൽ ഉൾപ്പെട്ടത്. അവർ ഇന്ന് തിരികെ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ അത് ഏറ്റവും അഭിമാനമുള്ളത് ഇന്ത്യക്ക് തന്നെയാണ്. കാരണം ആദ്യമായി ഒരു യാത്രികൻ ബഹിരാകാശ നിലയത്തിൽ എത്തി മടങ്ങുകയാണ്. അപ്പോൾ വലിയ ആവേശത്തിലാണ് ഇന്ത്യൻ ശാസ്ത്ര സമൂഹം ഒന്നാകെ. അതോടൊപ്പം ലോകമെമ്പാടുമുള്ള ആൾക്കാർ കാത്തിരിക്കുകയാണ് ഈ മടങ്ങി വരവിന്. കാരണം അവർ ചെയ്ത പരീക്ഷണങ്ങൾ, അതിലെ ഫലങ്ങൾ, അതെല്ലാം തന്നെ വിവിധ മേഖലകൾക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന സംഭാവനകളാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും ഒടുവിൽ സ്പേസ് എക്സ് ഇപ്പോൾ നൽകിയിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് കൃത്യമായ പാതയിലൂടെ അവർ ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രേസ് എന്ന പേടകത്തിലാണ് ഇവരുടെ യാത്ര. ഇന്നലെ വൈകിട്ട് 4:45 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അവർ അൺഡോക്ക് ചെയ്യപ്പെടുകയും ആ ഡ്രാഗൺ പേടകം ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തത്. ആ യാത്ര ആരംഭിച്ചത് ഇന്നലെ 4:45 ആ യാത്ര ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 1 മിനിറ്റ് കൂടി വൈകി 3 മണി എന്നാണ് അറിയിച്ചത്. ഇപ്പോൾ കൃത്യമായ സമയം സ്പേസ് എക്സ് അറിയിക്കുന്നു 3:01. അത്രയും അക്യുറേറ്റ് ആയിട്ടാണ് ടൈമുകൾ പറയുക. കാരണം ഇത് ഒരു തെറ്റുകുറ്റങ്ങളും ഇല്ലാതെ സംഭവിക്കേണ്ട പ്രോസസ്സുകളാണ്. അതുകൊണ്ട് 3:01 ഇത് പസഫിക് സമുദ്രത്തിൽ സാൻഡിയേഗോയ്ക്ക് സമീപം, സാൻഡിയേഗോ എന്ന് പറയുന്ന കാലിഫോർണിയൻ നഗരമാണ്. അവിടെ തൊട്ടടുത്തുള്ള ഒരു തീരത്ത് പസഫിക് സമുദ്രത്തിൽ ഈ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്ത് ഇറങ്ങും എന്നാണ് ഇപ്പോൾ സ്പേസ് എക്സ് അറിയിച്ചിരിക്കുന്നത്. ആ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ച ഉടൻ തന്നെ അവിടെ കപ്പലിൽ തയ്യാറായി നിൽക്കുന്ന നാസയുടെയും സ്പേസ് എക്സിന്റെയും ആക്സിയം സ്പേസിന്റെയും വിദഗ്ധർ അവിടെ എത്തുകയും ഈ പേടകത്തെ റിക്കവർ ചെയ്ത് കരയിലേക്ക് മാറ്റുകയും ചെയ്യും. എന്നാലും എനിക്ക് പിറകിൽ ഇതിന്റെ കൃത്യമായ പാത നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇന്നലെ സംഭവിച്ചത് 4:35 ആദ്യം അറിയിച്ചെങ്കിൽ ഒരു 10 മിനിറ്റ് വൈകിയാണ് ഇതിന്റെ ഫസ്റ്റ് ഡിപ്പാർച്ചർ ബേൺ സംഭവിച്ചത്, ആദ്യ ജ്വലനം സംഭവിച്ചത്. പിന്നീട് ഘട്ടം ഘട്ടമായി ഇതിന്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുകയും അതിന്റെ വേഗം ക്രമീകരിക്കുകയും ചെയ്തിട്ടാണ് ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങിയത്. ഒറ്റയടിക്ക് 450 കിലോമീറ്റർ അകലെയാണ്, ഏതാണ്ട് 420 കിലോമീറ്റർ അകലെയുള്ള സമയത്താണ് ഇന്നലെ ഈ അൺഡോക്കിംഗ് സംഭവിച്ചത്. കാരണം നമുക്കറിയുന്നത് പോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഭൂമിയെ. അതായത് ഒരു ദിവസം ഏതാണ്ട് 16 തവണ ISS ഭൂമിയെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു സമയത്താണ് 4:45 അൺഡോക്ക് ചെയ്ത് ഇതിൽ നിന്നും നമ്മുടെ ഡ്രാഗൺ എന്ന് പറയുന്ന പേടകം വിടുതൽ വാങ്ങുകയും പിന്നീട് ഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. അങ്ങനെ ഒറ്റയടിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയല്ല, ഘട്ടം ഘട്ടമായി ഇതിന്റെ ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ടുവരിക എന്നൊരു പ്രോസസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ പേടകം എന്ന് പറയാം. ഏറ്റവും ഒടുവിൽ 5:28 ഇന്നലെ വൈകിട്ട് 5:28 കൂടിയാണ് അതിന്റെ ഫേസ് ബേൺ സംഭവിക്കുകയും കൃത്യമായി അതിന്റെ ആംഗിൾ മാറ്റുകയും അത് ഭൂമിയിലെ ഭ്രമണപഥത്തിലേക്ക് അടുക്കുകയും ചെയ്തത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി സംഭവിക്കേണ്ടത് ഒരു ഡി ഓർബിറ്റ് ബേൺ ആണ്. അത് ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം, ഏതാണ്ട് 2:10 കൂടി ആ ഡി ഓർബിറ്റ് ബേൺ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഡി ഓർബിറ്റ്, ആ ഓർബിറ്റിൽ നിന്നും പുറത്തേക്ക് കിടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ഏതാണ്ട് 2 മണിക്ക് ശേഷം ഉണ്ടാകും. അതിന് പിന്നീടാണ് ഭൂമിയുടെ യഥാർത്ഥ അന്തരീക്ഷത്തിലേക്ക് ഈ ഡ്രാഗൺ പേടകം കടക്കുക. ഏതാണ്ട് ഒരു 2:26 അല്ലെങ്കിൽ 2:30 അടുത്ത് ഒരു ട്രങ്ക് ജ്വലനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്, അല്ലെങ്കിൽ ട്രങ്ക് ജെറ്റിസൺ എന്നാണ് അതിന്റെ ടെക്നിക്കൽ ടേം. എന്താണ് അത് എന്നുകൂടി വളരെ പെട്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇന്നലെ ഡോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിച്ച ഡ്രാഗൺ പേടകം ഇതാണ്. ഇതിനകത്താണ് ഇവർ 4 പേരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പേടകം. ആ പേടകത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഈ മൊഡ്യൂളിനെ നമ്മൾ ക്രൂ മൊഡ്യൂൾ എന്നാണ് പറയുക. ക്രൂ ഇരിക്കുന്നതായതുകൊണ്ട് തന്നെ അതിനെ ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്നു. ഇതിന് താഴെ ഒരു ഭാഗമുണ്ട്, ഈ ഭാഗമാണ് അതിനെ ട്രങ്ക് എന്നാണ് വിളിക്കുക, ടെക്നിക്കലി ട്രങ്ക് എന്ന് പറയും. ഭൂമിയിലേക്ക് ഇത് മൊത്തം വരില്ല. ഈ ട്രങ്ക് വിടുതൽ വാങ്ങുകയും പിന്നീട് ഇറങ്ങുക ഈ പറയുന്ന ക്രൂ മൊഡ്യൂൾ മാത്രമായിരിക്കും ഇറങ്ങുക. അതിനിറങ്ങാനുള്ള സജ്ജീകരണങ്ങളുണ്ട്, അതിന് പാരച്യൂട്ടുകളുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് ഉള്ളത്. കാരണം ഘർഷണം മൂലം വലിയ താപം അവിടെ ഉണ്ടാവുകയും ഈ അന്തരീക്ഷവുമായി ഇഴുകിച്ചേർന്നുള്ള ഒരു താപപ്രവർത്തനം അത് സംഭവിക്കുകയും വലിയ ചൂടും ഉണ്ടാവുകയും ചെയ്യും. അത് മറികടക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ പറയുന്ന ഡ്രാഗൺ പേടകത്തിനുണ്ട്. അത്രമാത്രം കട്ടിയുള്ള ആവരണമാണ് ഈ പേടകത്തിനുള്ളത്. ജെറ്റിസൺ സംഭവിക്കുകയും ഈ ട്രങ്ക് ഇവിടുന്ന് വിടുതൽ വാങ്ങുകയും
ഈ ഭാഗം മാത്രം, ക്രൂ മൊഡ്യൂൾ മാത്രം പാരാച്യൂട്ടുകൾ ഓട്ടോമാറ്റിക്കലി വിടരും. അങ്ങനെ ആ പാരാച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്ത് ഇറങ്ങുകയും ചെയ്യും. അതാണ് നടക്കാൻ പോകുന്ന ഒരു പ്രോസസ്സ്. അത് 2:26 കൂടി അത് സംഭവിക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് വരികയും ചെയ്യും. അത് ഭൗമാന്തരീക്ഷ പ്രവേശനമാണ്. അത് 2:30 കൂടി സംഭവിക്കുന്ന ഒന്നാണ്. ഈ സമയത്ത് ഇപ്പോൾ സ്പേസ് എക്സ് അറിയിച്ചിരിക്കുന്നത് ഒരു സോണിക് ബൂം അത് ഡ്രാഗൺ പേടകം പുറപ്പെടുവിക്കുമെന്നാണ്. എന്താണ് ഈ സോണിക് ബൂം? നമുക്കറിയാം, വളരെ വേഗത്തിലായിരിക്കും ഈ ഭൗമാന്തരീക്ഷത്തിലേക്ക് ഈ പേടകം കിടക്കുക. ആ സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം നമ്മൾ പിന്നിടാൻ പോകുന്നത്. ആ സമയത്ത്, അതായത് ശബ്ദാതിവേഗത്തിൽ അല്ലെങ്കിൽ സൂപ്പർസോണിക് വേഗത്തിലാണ് ഈ ഡ്രാഗൺ പേടകത്തിന്റെ സഞ്ചാരം ഉണ്ടാവുക. അതായത് അന്തരീക്ഷത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട്, ഈ വായു തന്മാത്രകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് താഴത്തേക്ക് വരുന്നൊരു പേടകമാണ് ഡ്രാഗൺ പേടകം. അത്രമാത്രം വേഗത്തിൽ, ശബ്ദാതിവേഗത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ സോണിക് ബൂം എന്ന് പറയുന്നത്. ഒരു സ്ഫോടന ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും താഴെ ഭൂമിയിൽ. അത് യഥാർത്ഥത്തിൽ സ്പേസ് എക്സ് പറയുന്നത് അതൊരു അലേർട്ടാണ്, അതൊരു അലാമാണ്. അതായത് ദാറ്റ് വി ആർ കമ്മിങ് ടു ദി എർത്ത് എന്ന് പറയുന്നത് പോലെ കൃത്യമായ ഡ്രാഗൺ പേടകം അതിന്റെ പാത, അതിന്റെ വരവ് അറിയിക്കും. അങ്ങനെ ഒരു സോണിക് ബൂം, അത്തരത്തിലൊരു സ്ഫോടന ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. അത് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന ഒരു അറിയിപ്പായിട്ട് അത് മാറുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ സ്പേസ് എക്സ് അറിയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ ഏതാണ്ട് 2:58 ഈ പാരച്യൂട്ടിന്റെ വിന്യാസം, ഡിപ്ലോയ്മെന്റ് ഓഫ് പാരച്യൂട്ട്സ്, അത് സംഭവിക്കുകയും ചെയ്യും. ഘട്ടം ഘട്ടമായി ഒന്നിലധികം പാരച്യൂട്ടുകൾ വിടരുകയും വേഗം കുറച്ചു കൊണ്ടുവന്ന് വളരെ സാവധാനമാണ് ഇത് കടലിലേക്ക് പതിക്കുകയും ചെയ്യുക. ഇതിലൊരു പ്രത്യേകത, കഴിഞ്ഞ തവണ നമ്മുടെ സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക് എത്തിയപ്പോൾ അവിടെ അമേരിക്കയിൽ അത് ഡേ ടൈം ആയിരുന്നു, പകൽ സമയമായിരുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ പകലാണെങ്കിലും ഇന്ന് ഇന്ത്യൻ സമയം 3:01 എന്ന് പറയുമ്പോൾ അമേരിക്കൻ ടൈം ഏതാണ്ട് പകൽ സമയമാണ്, അതായത് അർദ്ധരാത്രി സമയമാണ്, രാത്രിയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ദൃശ്യം ലഭിക്കില്ല. എങ്കിലും അതിനുള്ള സംവിധാനങ്ങൾ അവിടെ സ്പേസ് എക്സും ഒപ്പം തന്നെ ആക്സിം സ്പേസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഈ തെർമൽ ഇമേജ് ക്യാപ്ചറിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ വന്ന അപ്ഡേറ്റ് ശുഭ സൂചകമാണ്. വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ ഡ്രാഗൺ പേടകം ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. SKN. താങ്ക് യു പ്രജിൻസി കണ്ണൻ. പ്രേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രജിൻസി കണ്ണൻ ഇന്ന് സയൻസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:01 ഇന്ത്യൻ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുക. 2 മണി മുതൽ തന്നെ പ്രത്യേക സംപ്രേഷണം ഉണ്ടാകും. ഒരുപക്ഷെ ശാസ്ത്രീയ അവബോധത്തോടെ ആധികാരികമായി ഈ പരിപാടികൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ പ്രജിൻസി കണ്ണനും സംഘവും സയൻസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്.